അടുത്തതായിട്ട് ഫീനോളിനെ ബെൻസീൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ബെൻസീൻ സൾഫോണിക് ആസിഡിൽ നിന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പഠിക്കാം. എങ്ങനെയാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്? ബെൻസീൻ സൾഫോണിക് ആസിഡ് ബെൻസീനിൽ നിന്നുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബെൻസീൻ ഓൺ ട്രീറ്റിംഗ് വിത്ത് ഒലിയം ഫോംസ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീനെ ഒലിയം എന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യിച്ചുകൊണ്ട് ബെൻസീൻ സൾഫോണിക് ആസിഡാക്കി മാറ്റുന്നു. എന്താണ് ഈ ഒലിയം? ഒലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെയാണ് ഒലിയം എന്ന് വിളിക്കുന്നത്. ഒലിയം കെമിക്കൽ ഫോർമുല H2S2O7, വളരെ പ്രധാനപ്പെട്ടതാണ് ഒലിയം. H2SO4ൻ്റെ കൂടെ SO3 കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് H2S2O7 അഥവാ ഒലിയം. ബെൻസീൻ ഒലിയം എന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡിൻ്റെ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കൂ. ബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് H2S2O7 ഫോം ബെൻസീൻ സൾഫോണിക് ആസിഡ്, അതായത് ബെൻസീൻ റിങ്ങിലേക്ക് SO3H ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ബെൻസീൻ സൾഫോണിക് ആസിഡിൽ നിന്നുമാണ് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാവുന്നത്. ബെൻസീൻ സൾഫോണിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് മോൾട്ടൺ സോഡിയം ഹൈഡ്രോക്സൈഡ് form sodium phenoxide, which on acidification gives phenol. ബെൻസീൻ സൾഫോണിക് ആസിഡിനെ മോൾട്ടൺ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സോഡിയം ഫീനോക്സൈഡിനെ എങ്ങനെയാണ് ഫിനോളാക്കി മാറ്റുന്നത്? സോഡിയം ഫീനോക്സൈഡ് ഓൺ അസിഡിഫിക്കേഷൻ വിത്ത് HCl ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ആസിഡിഫിക്കേഷൻ റിയാക്ഷൻ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു NaCl മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ട് ഫിനോളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡിനെയാണ് -NaCl എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബെൻസീൻ സൾഫോണിക് ആസിഡിൽ നിന്നും ഫിനോളിനെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.